ലോകത്തെവിടെ പോയാലും മലയാളിയുടെ മനസ്സിൽ ഭക്ഷണമെന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓടിയെത്തുന്ന ഓർമ്മ ചോറാണ്. നല്ല തുമ്പപ്പ് വരിയുടെ ചോറും സാമ്പാറും പപ്പടവും ചേർത്ത് സദ്യ കഴിക്കുന്ന ഓർക്കുമ്പോൾ തന്നെ നാവിൽ വെള്ളം നിറയും. നാട്ടിലെ പാടവരമ്പിലൂടെ വിളഞ്ഞുകിടക്കുന്ന നെൽപ്പാടങ്ങളിലൂടെ ഓടിക്കളിച്ച് നടന്നിരുന്ന ഒരു ബാല്യം നമുക്ക് പലർക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതൊക്കെ പുതുതലമുറയ്ക്ക് സങ്കല്പിക്കാൻ മാത്രം കഴിയുന്ന കാഴ്ചയായി മാറിയിരിക്കും. കൃഷി ചെയ്യാനുള്ള മനസ്സ് നഷ്ടപ്പെട്ട പലരും മറ്റു ജോലികളിലേക്ക് മാറിയപ്പോൾ കൃഷിക്ക് മാത്രമല്ല കൃഷിയിടത്തിനും കൂടിയാണ് നാശം സംഭവിച്ചത്. നെൽവയൽ നികത്തി പലരും വീടുകളും ഫ്ളാറ്റുകളും വെച്ചു. കുട്ടനാട്ടിലെയും കുമരകത്തെയും പല നെൽവയലുകളായിരുന്ന സ്ഥലത്ത് ഇന്ന് കാണുന്നത് കൂറ്റൻ റിസോർട്ടുകൾ. ഫലമോ നെൽകൃഷി അന്യം നിന്നു പോകുന്നു. അരിക്കായി നമ്മൾ അന്യ സംസ്ഥാനങ്ങളായി തമിഴ്നാടിനെയും ആന്ധ്രാപ്രദേശിനെയും ആശ്രയിക്കുന്നു. വില കൂടിയതും എന്നാൽ പലവിധ മായം കലർന്നതുമായ അരിയാണ് ഇന്ന് നമുക്ക് കിട്ടുന്നത്. ഇനിയും വൈകിട്ടില്ല എന്ന സന്ദേശവുമായി ഒരു കൂട്ടായ്മ അസാധ്യമെന്ന് കരുതിയ കാര്യം സാധ്യമെന്ന് കാണിച്ചു തന്നിരിക്കുകയാണ്. അന്യം നിന്ന് പോകുന്ന നെൽകൃഷിയെ രക്ഷിക്കുവാനും കൃഷിയിലേക്ക് വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ആകർഷിക്കുവാനും ഒരു ഗ്രാമം വിജയകരമായി നടത്തിയ കൊയ്ത്തുത്സവമാണ് നാം കാണാൻ പോകുന്നത്. പാലക്കാട് ജില്ലയിലെ ചളവറ എന്ന ഗ്രാമത്തിലെ പുഞ്ച നെൽകൃഷി വിളവെടുപ്പ് ഈ കഴിഞ്ഞ മെയ് 30-ാം തീയതി ആഘോഷപൂർവ്വം നടന്നു. കേരളത്തിന്റെ നെല്ലറയായ കുട്ടനാട്ടിലും മറ്റ് ജലലഭ്യതയുള്ള പ്രദേശങ്ങളിലും പുഞ്ച നെൽകൃഷി സാധാരണയാണെങ്കിലും ജലലഭ്യത കുറഞ്ഞ പ്രദേശങ്ങളിൽ വളരെ വിരളമായേ പുഞ്ചകൃഷി കാണാറുള്ളൂ. ജലലഭ്യത വളരെ കുറഞ്ഞ പ്രദേശമാണ് ചളവറ. അവിടെയാണ് അയ്യങ്കുളം തൂമ്പായ പാടശേഖര സമിതിയുടെ ആഭിമുഖ്യത്തിൽ നെൽ കർഷകർ പുഞ്ചകൃഷി ഇറക്കിയത്. 50 വർഷങ്ങൾക്ക് ശേഷമാണ് വെള്ളുവനാട്ടിലെ കാർഷിക ഗ്രാമമായിട്ടുള്ള ചളവറയിൽ പുഞ്ച നെൽകൃഷി വീണ്ടും തുടങ്ങിയിട്ടുള്ളത്. ഏതാണ്ട് 4 പാടശേഖരങ്ങളിലായിട്ട് 60-ലധികം ഏക്കർ സ്ഥലത്ത് ഈ പുഞ്ചകൃഷി ചെയ്യാൻ ഇവിടെ പഞ്ചായത്തിലെ ജനപ്രതിനിധികളുടെയും കൃഷിഭവൻ ഓഫീസറുടെയും കൃഷിഭവന്റെയും സഹായത്തോടു കൂടി സാധിച്ചിട്ടുണ്ട്. കാഞ്ഞിരപ്പുഴ പദ്ധതി പ്രകാരമുള്ള വെള്ളം ഇവിടെ കഴിഞ്ഞ 4 വർഷമായിട്ട് ലഭ്യമാകുന്നു എന്ന സാഹചര്യം മുൻനിർത്തിയാണ് ഇങ്ങനെ പുഞ്ചകൃഷി ചെയ്യുന്നതിനുള്ള ഒരു സന്നദ്ധത കൃഷിക്കാരിൽ ഉണ്ടായത്. അരനൂറ്റാണ്ടിന് ശേഷമാണ് ഈ ഗ്രാമത്തിൽ പുഞ്ചകൃഷി ഇറക്കിയത്. ജലലഭ്യത കുറഞ്ഞതുമൂലമാണ് 50 വർഷം മുൻപ് ഇവിടെ പുഞ്ചകൃഷി നിർത്താനുള്ള കാരണം. കുടിയ വേനലിനെ അതിജീവിച്ച് പരീക്ഷണാർത്ഥം നടത്തിയ പുഞ്ചകൃഷി വിജയമാക്കിയത് കാഞ്ഞിരപ്പുഴ കനാൽ യാഥാർത്ഥ്യമായതുകൊണ്ട് മാത്രമാണ്. 40 വർഷം മുൻപ് പണി തുടങ്ങിയ കനാൽ പൂർത്തീകരിക്കാനായത് 10 വർഷം മുൻപാണ്. എങ്കിലും കനാൽ വഴി വെള്ളം ഇവിടെ വരാൻ തുടങ്ങിയിട്ട് 4 വർഷമേ ആയിട്ടുള്ളൂ. ഈ കാഞ്ഞിരപ്പുഴ കനാൽ ഏകദേശം 40 വർഷമായി പണി തുടങ്ങിയെങ്കിലും ഒരു കാഞ്ഞിരപ്പുഴ കനാലിൻ്റെ ഇടതു കനാൽ ഒരു 10 വർഷമായിട്ടാണ് പൂർത്തീകരിച്ച് ഇവിടെ വന്നിട്ടുള്ളത്. എങ്കിലും ഒരു 4 വർഷത്തിന് ശേഷം കാഞ്ഞിരപ്പുഴ കനാലിലെ വെള്ളം ഇടയ്ക്കിടെ ഇവിടെ തുറന്നു വിടുകയും കുടിവെള്ളക്ഷാമം കാർഷിക രംഗത്തേക്ക് വേണ്ടുന്ന വെള്ളവും തുറന്നുവിടാറുണ്ടെങ്കിലും വെള്ളം പാഴായി പോകുന്ന അവസ്ഥയിൽ ഇക്കൊല്ലം കൃഷി ഓഫീസറുടെയും പാടശേഖര സമിതിയുടെയും കൂട്ടായ്മയിൽ ഒരു ആലോചനയിൽ ഒരു 100 ഏക്കർ പുഞ്ചകൃഷി ചെയ്യാൻ ഞങ്ങൾ ആലോചിച്ചതാണ്. ആ ആലോചനയുടെ ഫലമായി ഡിപ്പാർട്ട്മെൻറ്റും സഹകരിച്ചു പാടശേഖര സമിതിയും ഒത്തുചേർന്ന് വിത്ത് വളം ഇതെല്ലാം സൗജന്യമായും ബാക്കി ആനുകൂല്യങ്ങളോടും കൂടെയാണ് ഈ സംരംഭത്തിലേക്ക് ഞങ്ങൾ ഒരുങ്ങിത്തിരിഞ്ഞത്. കാഞ്ഞിരപ്പുഴ കനാലിലെ വെള്ളം ആദ്യം കുടിവെള്ളക്ഷാമം പരിഹരിക്കാനാണ് ഉപയോഗിച്ചിരുന്നത്. കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കനാൽ വെള്ളം തുറന്നുവിടുകയും പരിഹാരം കാണുകയുമായിരുന്നു പതിവ്. ഇതിൽ പകുതി വെള്ളവും പാഴായി പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ട കൃഷി ഓഫീസർ പാടശേഖര സമിതിയുമായി ആലോചിച്ച് ചർച്ച നടത്തിയതിന്റെ ഫലമായി പുഞ്ച നെൽകൃഷി നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. ആദ്യം 100 ഏക്കറോളം കൃഷി ഇറക്കാമെന്ന് തീരുമാനിച്ചെങ്കിലും പരീക്ഷണാർത്ഥം തൽക്കാലം 60 ഏക്കറിൽ കൃഷി നടത്തുകയായിരുന്നു. പ്രതികൂല കാലാവസ്ഥയും നിരവധി പ്രതിബന്ധങ്ങളും ഉണ്ടെങ്കിലും കർഷകരുടെ ഒരുമയും ചളവറ കൃഷിഭവന്റെ പിന്തുണയും സഹായവുമുണ്ട്. അരനൂറ്റാണ്ടിന് ശേഷം ഇവിടെ പുഞ്ചകൃഷി വിജയം കണ്ടു. കഴിഞ്ഞ 50 വർഷത്തിന് മുമ്പ് മാത്രമാണ് ഇവിടെ പുഞ്ചകൃഷി ചെയ്തിരുന്നത്. അപ്പോൾ കനാലിൽ നിന്ന് വരുന്ന വെള്ളം
വെള്ളം പുഞ്ചകൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ നമ്മൾ തീരുമാനിക്കുകയും പരീക്ഷണാടിസ്ഥാനത്തിൽ പുഞ്ചകൃഷി നടത്തുവാൻ തീരുമാനിക്കുകയും ചെയ്തു. ആയതിനു വേണ്ട വിത്ത് തികച്ചും സൗജന്യമായ കൃഷിഭവനിൽ നിന്ന് നമ്മൾ വിതരണം ചെയ്തു. പുഞ്ച സീസണിൽ കനാലിൽ തുറക്കുന്ന കനാലിൻ്റെ ഷെഡ്യൂൾ അനുസരിച്ചിട്ട് ജനുവരി അവസാനത്തോടു കൂടി കനാലിൽ വെള്ളം വരികയും ഫെബ്രുവരി ആദ്യം നമ്മൾ നില ഒഴുകുകയും ഫെബ്രുവരി രണ്ടാമത്തെ ആഴ്ച ഈ 60 ഏക്കറോളം വരുന്ന പ്രദേശം നമ്മൾ ചേറ്റുവിധം നടത്തുകയും ചെയ്തു. പരീക്ഷണമായിട്ട് ആണെങ്കിൽ പോലും കർഷകരെ നമ്മുടെ വാക്കുകൾ മുഖവിലേക്ക് എടുക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് 60 ഏക്കർ അവർ കൃഷി ചെയ്തു. പല അസന്നിഗ്ധാവസ്ഥകളും ഇതിനുണ്ടായിരുന്നു. കാരണം കനാലിൽ നിന്ന് കൃത്യമായിട്ട് വെള്ളം കിട്ടുമോ എന്നുള്ളതൊക്കെ. കാരണം 50 വർഷത്തിന് മുമ്പാണ് ഇങ്ങനെ ഒരു പരീക്ഷണം ഇവിടെ നടന്നിട്ടുള്ളത്, അതും കനാലിനെ ആശ്രയിച്ചിട്ടല്ല. എങ്കിലും കനാലിൽ നിന്ന് കൃത്യസമയത്ത് വെള്ളം നമുക്ക് കിട്ടുകയും നമുക്ക് ഈ നെൽകൃഷി വിജയിപ്പിക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഈ വിജയം വഴിതെളിച്ചത് ഇനിയും കൃഷി ചെയ്യാത്ത 150 ഏക്കറോളം ഭാഗത്ത് കൃഷി ചെയ്യാനുള്ള ഊർജ്ജമാണ്. ഈ വിജയം ആഘോഷപൂർവ്വം നടത്തേണ്ട ഒന്നാണെന്ന തിരിച്ചറിവിൽ നിന്നാണ് കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചത്. അമ്പത് വർഷക്കാലത്തിന് ശേഷം ചളവറ എന്നൊരു ഉത്സവമാക്കിയിരിക്കുകയാണ്. കാരണം നമുക്ക് അന്യം നിന്ന് പോകുന്ന ഈ കൃഷി രീതി 3 വിളയായി എടുത്തിട്ട് ഇപ്പം ഇന്ന് ഇവിടെ പുഞ്ചകൃഷി ഈ കൊയ്ത്തുത്സവമാണ് നടക്കുന്നത്. ഇതിന് സഹായിച്ച് നമ്മുടെ കൃഷി ഓഫീസറും പഞ്ചായത്ത് ഭരണസമിതിയും അതേപോലെ പാടശേഖര കമ്മിറ്റിയും നാഷണൽ സർവീസ് സ്കീമിൻ്റെ ചളവറ ഹയർ സെക്കൻഡറിയിലെ കുട്ടികളും എല്ലാവരും ഉൾപ്പെടുന്നതാണ് ഇന്ന് ഇവിടെ കൊയ്ത്തുത്സവം നടത്തുന്നത്. അന്യം നിന്നു പോകുന്ന നെൽകൃഷിയുടെ അവസ്ഥയും ആവശ്യകതയും മനസ്സിലാക്കുവാനും പഠിക്കുവാനും ചളവറ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിലെ 50ഓളം കുട്ടികളും കൊയ്ത്തുത്സവത്തിന് എത്തിച്ചേർന്നു. നാടൻ പാട്ടിന്റെ മേമ്പടിയോടെ നടന്ന ഉദ്ഘാടനം കുട്ടികൾക്ക് കൗതുകവും ഒപ്പം ആവേശവുമായി. ഞാൻ കാവ്യാസി. ഞങ്ങൾ ചളവറ NSS വോളണ്ടിയേഴ്സ് അംഗങ്ങളാണ്. ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഇവിടുത്തെ പുഞ്ചകൃഷിയെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പ്രധാനമായിട്ട് കൃഷി ചെയ്തിട്ടുള്ളത് കാഞ്ചന, മഹാമായ, ജ്യോതി എന്നുള്ള 3 നെൽവിത്തിനങ്ങളാണ്. ഇവിടെ ഞങ്ങൾക്ക് ജനങ്ങളും ഇവിടെ ചുറ്റുപാടുള്ള എല്ലാവരും കൂടി ഞങ്ങൾക്ക് വളരെ നല്ലൊരു അന്തരീക്ഷമാണ് ഈ കൊയ്ത്തുത്സവം ഒരു മഹോത്സവം ആക്കാൻ തന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. വളരെ നല്ലൊരു അന്തരീക്ഷത്തിൽ ഇത്തരം കനാലിന് സമീപത്തുള്ള കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സഹായത്തോടെയാണ് ഇവിടെ കൃഷി ഇറക്കിയിട്ടുള്ളത്. പഞ്ചായത്ത് അംഗങ്ങൾ മാത്രമല്ല, നാട്ടുകാർ വളരെ നല്ല സ്വീകരണവും അതുപോലെ ഈ കൊയ്ത്തുത്സവം വളരെ നല്ല ഒരു അനുഭവമാക്കി തീർക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. വളരെ ആവേശം പകർന്ന കുറേ നിമിഷങ്ങളാണ് ഞങ്ങൾക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. എന്തായാലും വളരെ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിട്ട് ഇത് നിലനിൽക്കുന്നതായിരിക്കും. 60 ഏക്കർ പാടത്ത് ജ്യോതി, മഹാമായ, കാഞ്ചന എന്നീ 3 ഇനം നെൽവിത്തുകളാണ് പരീക്ഷിച്ചത്. പൊക്കാളിയരിക്ക് അനുയോജ്യമായ വിത്താണ് ജ്യോതി. ആന്ധ്രയിലും കർണാടകയിലും ജ്യോതി സുലഭമായി കൃഷി ചെയ്യുന്നുണ്ട്. ഉപ്പുവെള്ളം കയറുന്ന പാടത്തും കൃഷി ചെയ്യാൻ ജ്യോതി ഉത്തമമാണ്. മറ്റ് നെല്ലിനങ്ങളെ അപേക്ഷിച്ച് ലവണത്വം കൂടുതലുള്ള പാടത്ത് ജ്യോതി മികച്ച വിളവ് നൽകുന്നുണ്ട്. വടക്കു കിഴക്കൻ സംസ്ഥാനമായ ജാർഖണ്ഡിൽ പ്രധാനമായും മഹാമായ ഇനമാണ് ഉപയോഗിക്കുന്നത്. ജലലഭ്യത കുറഞ്ഞ പ്രദേശത്തും മികച്ച വിളവ് മഹാമായ തരും. അമിതമായ ചൂടിനോട് പ്രതിരോധിക്കാനുള്ള ശേഷി മഹാമായയ്ക്ക് കൂടുതലാണ്. നീളമുള്ള തണ്ടിൽ കൂടുതലരി എന്നതാണ് കാഞ്ചനയുടെ പ്രത്യേകത. ഏത് കാലാവസ്ഥയിലും വിളയുന്ന കാഞ്ചന ജയയ്ക്ക് പകരമായി വികസിപ്പിച്ചെടുത്തതാണ്. ഗോവയിൽ കാഞ്ചന വ്യാപകമായി കൃഷി ചെയ്തു വരുന്നു. പൂർണ്ണമായും ജൈവകൃഷിയാണ് ഇവിടെ പരീക്ഷിച്ചത്. രാസവളമോ കീടനാശിനിയോ ഒരു തരി പോലും ഉപയോഗിച്ചിട്ടില്ലെന്ന് കൃഷിഭവൻ ഓഫീസർ സാക്ഷ്യപ്പെടുത്തുന്നു. പുഞ്ച സീസൺ ആയതുകൊണ്ട് തന്നെ ഇതിന് യാതൊരു രോഗ കീടബാധകളും ഉണ്ടായില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു കീടനാശിനിയോ കളനാശിനിയോ ഒന്നും നമ്മളിതിന് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് നിന്ന് കിട്ടുന്ന ശരാശരി വിളവ് അവർക്ക് വലിയൊരു ആദായകരമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാൻ കഴിയും. നമ്മളിത് മെഷീൻ ഉപയോഗിച്ചാണ് ഇപ്പോൾ കൊയ്തെടുക്കുന്നത്. അപ്പോൾ ശരാശരി വിളവ് തികച്ചും ജൈവ രീതിയിൽ കിട്ടുന്നത് നമുക്ക് ഉയർന്ന വിലയ്ക്ക് വിൽക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും ജൈവനെല്ലായിട്ട് നമുക്ക് പരിഗണിക്കാൻ കഴിയും. കാരണം ഇതിനകത്ത്
കീടനാശിനികളോ വളങ്ങളോ ഒന്നും തന്നെ നമ്മൾ പ്രയോഗിച്ചിട്ടില്ല. അപ്പോൾ കർഷകർക്ക് ഉയർന്ന ഒരു വില കിട്ടുമെന്നും അല്ലെങ്കിൽ അത് സപ്ലൈകോയ്ക്ക് നെല്ല് സംഭരണത്തിന് കൊടുക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. എങ്കിലും കഴിയുന്നത്ര ഇത് ജൈവ നെല്ല് എന്നുള്ള രീതിയിൽ വിപണനം നടത്താനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തുന്നതാണ്. കൃത്യമായ ജലസേചനവും പരിപാലനവും കൊണ്ട് മികച്ച വിളവ് ലഭിച്ചത് വരും വർഷങ്ങളിൽ നെൽകൃഷി ചെയ്യാനുള്ള കർഷകരുടെ പ്രതീക്ഷകൾക്ക് പുത്തൻ ഉണർവേകിയിട്ടുണ്ട്. കർഷകർക്ക് പൂർണ്ണ പിന്തുണയും സഹായ സഹകരണവുമാണ് ചടവറ കൃഷിഭവൻ ഓഫീസിൽ നിന്നും ലഭിക്കുന്നത്. കർഷകർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ച് അതാത് സമയത്ത് അവരെ അറിയിക്കുകയും അത് ലഭിക്കുന്നതിനായി അവരെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് കൃഷിഭവൻ. നെൽകർഷകർക്ക് സുസ്ഥിര നെൽകൃഷി വികസന പദ്ധതി പ്രകാരം 1500 രൂപയും രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി പ്രകാരം 4500 രൂപയും ഒരു ഹെക്ടറിന് ലഭിക്കുന്നു, അതും പണമായി തന്നെ. കർഷകർക്ക് നെൽവിത്ത് സൗജന്യമായി കൊടുത്തതോടൊപ്പം സുസ്ഥിര നെൽകൃഷി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1500 രൂപയും രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4500 രൂപയും ചേർത്ത് 6000 രൂപ പൈസയായിട്ട് കർഷകർക്ക് ഒരു ഹെക്ടറിന് നൽകാൻ കഴിഞ്ഞു എന്നുള്ളത് കർഷകർക്കൊരു ആശ്വാസം ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കൃഷിഭവൻ അത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള രീതിയിൽ എനിക്ക് ചരിതാർത്ഥ്യമുണ്ട്. അന്യം നിന്നു പോകുന്ന നെൽകൃഷിയിലേക്ക് യുവജനങ്ങളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദ്യാർത്ഥികളെയും കൊയ്ത്തുത്സവത്തിൽ പങ്കെടുപ്പിച്ചത്. വിദ്യാലയത്തിന്റെ സ്ഥിരം അന്തരീക്ഷത്തിൽ നിന്നും പാടത്തിലെ കൊയ്ത്തുത്സവത്തിലേക്ക് ഇറങ്ങിയ കുട്ടികൾക്ക് ഇതൊരു പുതിയ അനുഭവമായി. അനുഭവസ്ഥരുടെ കഥയും കൊയ്ത്ത് രീതികളും പാട്ടുകളുമായി കുട്ടികൾ എല്ലാ അർത്ഥത്തിലും കൊയ്ത്ത് ഒരു ഉത്സവമാക്കി. ഇനിയും ഇതുപോലുള്ള അവസരങ്ങളിൽ പങ്കാളികളാവണമെന്നും കൃഷിയെ പ്രോത്സാഹിപ്പിക്കണമെന്നും ഉറപ്പിച്ചാണ് കുട്ടികൾ മടങ്ങിയത്. ഇതിലൂടെ ഞങ്ങൾക്കും കൃഷി കൂടുതൽ അടുത്തറിയാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇങ്ങനൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ഈ പുതുതലമുറയും കൃഷിയിലേക്ക് തിരിയുന്നതായിരിക്കും. കാലഹരണപ്പെട്ടു എന്ന് കരുതിയ ഒരു കാർഷിക സംസ്കൃതി കൂട്ടായ്മയുടെയും കഠിനാധ്വാനത്തിന്റെയും ഫലമായി വീണ്ടെടുത്ത കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടത്. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. വരും തലമുറയെങ്കിലും വിഷരഹിതമായ ആഹാരത്തിലും അന്തരീക്ഷത്തിലും ജീവിക്കാൻ വേണ്ടി നാം മണ്ണിലേക്ക് ഇറങ്ങണമെന്നും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ. പുഞ്ചകൃഷി സാധ്യമല്ല എന്ന് കരുതിയ പാടത്ത് പ്രതികൂല സാഹചര്യത്തെ വെല്ലുവിളിച്ച് കൃഷി വിജയിപ്പിച്ച അയ്യമ്പളം തൂമ്പായ പാടശേഖര സമിതിയിലെ കർഷകരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. 50 വർഷത്തിന് ശേഷം കൃഷി ചെയ്ത് വിജയിപ്പിക്കുകയും ചെയ്ത ഈ കർഷകർ തന്നെയാണ് ഈ പദ്ധതിയുടെ വിജയശില്പികൾ എന്ന് പറയുന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇവർക്കിതുകൂടി ലഭിക്കുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. കാരണം 60 ഏക്കർ പരീക്ഷണ കൃഷി നടത്തുന്ന ഈ പാടത്ത് ഒരു 150 ഏക്കറെങ്കിലും പാടമുണ്ട്. അത് കനാലിൽ നിന്ന് വെള്ളം കിട്ടുകയാണെങ്കിൽ നമുക്കത് ചെയ്യാൻ കഴിയും. അപ്പോൾ വരുന്ന പുഞ്ച സീസണിൽ എന്താണെങ്കിലും ഏരിയ പുഞ്ചകൃഷി ചെയ്യുന്ന ഏരിയ കാര്യമായിട്ട് വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതാണ് കർഷകർക്ക് ഈ പുഞ്ചകൃഷി കൊണ്ട് കിട്ടുന്ന ആത്മവിശ്വാസവും അവരുടെ പാഠവും അതാണ്. ഇനിയും വിജയകരമായി മുന്നോട്ടു പോകാനുള്ള സാഹചര്യവും കരുത്തും ഈ മാതൃകാ കർഷകരെ സഹായിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता।
നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ക്ഷീരകർഷക മെഡിക്ലെയിം ഇൻഷുറൻസ് പദ്ധതി, കൂൺ കൃഷിയിൽ പരിശീലനം, ദേശീയ സെമിനാർ വിഷയം അത്യുൽപാദന ശേഷിക്കായി ഗോസൌഖ്യ ഉപാധികൾ. കാർഷിക വാർത്തകൾ വിശദമായി. മിൽമയുടെ മലബാർ മേഖലാ യൂണിയൻ ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയുമായി സഹകരിച്ച് ക്ഷീരകർഷക സംഘം ജീവനക്കാർ, ഗ്രാമതല പ്രവർത്തകർ, മിൽമ ഡീലർമാർ തുടങ്ങിയവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ക്ഷീരകർഷക മെഡിക്ലെയിം ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നു. 3 മാസം മുതൽ 80 വയസ്സ് വരെയാണ് ഇതിൽ ചേരുന്നതിനുള്ള പ്രായപരിധി. അസുഖം, അപകടം എന്നിവ മൂലമുണ്ടാകുന്ന ആശുപത്രി ചെലവുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. ഒരു കുടുംബത്തിന് 1 വർഷം 50,000 രൂപ വരെ ചികിത്സാ ചെലവ് ഈ പദ്ധതി പ്രകാരം ലഭിക്കുന്നതാണ്. കുടുംബനാഥന് വാർഷിക പ്രീമിയം 500 രൂപയും ഭാര്യയ്ക്ക് 425 രൂപയും കുട്ടികൾക്ക് 100 രൂപ വീതവും മാതാപിതാക്കൾക്ക് 250 രൂപ വീതവുമാണ് അടയ്ക്കേണ്ടത്. ഇതിൽ മിൽമയുടെ വിഹിതമായി 200 രൂപ കുറച്ചുള്ള തുക അതത് സംഘങ്ങളിൽ ജൂൺ 15 മുൻപായി അടയ്ക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ക്ഷീര സംഘങ്ങളുമായി ബന്ധപ്പെടുക. കാർഷിക സർവകലാശാലയുടെ കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ ഒരു ദിവസത്തെ കൂൺ കൃഷി പരിശീലന ക്ലാസ് നടത്തുന്നു. താൽപര്യമുള്ളവർ 500 രൂപ അടച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 048723758555. മെയ് ജൂൺ മാസങ്ങൾ പൈനാപ്പിൾ നടുവാൻ യോജിച്ച സമയമാണ്. കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രത്തിൽ പൈനാപ്പിളിന്റെ വിവിധ തരം നടീൽ വസ്തുക്കൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. തൈ ഒന്നിന് 8 രൂപയും പോളിബാഗിന് 10 രൂപയുമാണ് വില. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 048723734242. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 048723734242. നമ്മുടെ വീടുകളിൽ ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കീടനാശിനിയാണ് വേപ്പെണ്ണ എമൽഷൻ. ഇതിന് ആവശ്യം വരുന്ന സാധനങ്ങൾ: വേപ്പെണ്ണ 1 ലിറ്റർ, ബാർ സോപ്പ് 60 ഗ്രാം, വെള്ളം 15 ലിറ്റർ എന്നിവയാണ്. 60 ഗ്രാം ബാർ സോപ്പ് 1/2 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച ലായനി 1 ലിറ്റർ വേപ്പെണ്ണയിൽ ചേർത്ത് ഇളക്കുക. ഇത് 15 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് പയറിനെ ആക്രമിക്കുന്ന കീടങ്ങൾ, പേനുകൾ എന്നിവയ്ക്കെതിരെ തളിക്കാം. ചെടികളിൽ ലായനി നന്നായി വ്യാപിക്കാൻ സോപ്പ് സഹായിക്കും. ലായനി 20 ഇരട്ടി വെള്ളം ചേർത്ത് പാവൽ, പടവലം മുതലായ വിളകളിൽ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ, വണ്ടുകൾ എന്നിവയ്ക്കെതിരെ പ്രയോഗിക്കാവുന്നതാണ്. വളർത്തുമൃഗങ്ങളുടെ രോഗങ്ങൾക്കും മൃഗപരിപാലനത്തിലെ അനുബന്ധ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സംശയങ്ങൾക്ക് പരിഹാരം കാണാനും വെറ്ററിനറി സർവകലാശാല ഇ-വെറ്റ് കണക്ട് എന്ന സംവിധാനം ഒരുക്കിയിരിക്കുന്നു. മൃഗസംരക്ഷണ രംഗത്തെ ശാസ്ത്രീയ പ്രചരണം, തീറ്റക്രമം, പരിചരണം, രോഗനിയന്ത്രണ മാർഗങ്ങൾ, വിപണനം, ലഭ്യമായ സേവനം എന്നിവയെക്കുറിച്ച് ഇ-വെറ്റ് കണക്റ്റിലൂടെ അറിയാൻ സാധിക്കും. ഇ-വെറ്റ് കണക്റ്റിന്റെ കോൾ സെന്റർ സേവനം രാജ്യത്ത് എവിടെയും ലഭിക്കുന്നതാണ്. 24 മണിക്കൂറും ഉള്ള സേവനത്തിന് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487238055. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0487238055. ഇന്ത്യൻ ഡയറി അസോസിയേഷൻ കേരള ഘടകം, ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷൻ മണ്ണുത്തി യൂണിറ്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ അത്യുൽപാദന ശേഷിക്കായി ഗോസൌഖ്യ ഉപാധികൾ എന്ന വിഷയത്തിൽ ജൂൺ 25-ന് തൃശൂരിൽ വെച്ച് ഒരു ദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നു. സെമിനാറിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9400275900, 9446422328. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 7,900 രൂപ, കോഴിക്കോട് 8,700 രൂപ, തൃശൂർ 7,950 രൂപ. കൊപ്ര കൊച്ചി 5,405 രൂപ, കോഴിക്കോട് 5,400 രൂപ, തൃശൂർ 5,480 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 68,200 രൂപ, ഗാർബിൾഡ് 71,200 രൂപ. ചുക്ക മീഡിയം 16,500 രൂപ, ബസ്റ്റ് 18,000 രൂപ. മഞ്ഞൾ സേലം 10,400 രൂപ, ഈറോഡ് 10,700 രൂപ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 12,800 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 13,000 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 12,800 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 13,000 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ.
വെളിച്ചെണ്ണ 7,900 രൂപ, കൊപ്ര 5,405 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,000 രൂപ, റോട്ടറി 2,300 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 68,200 രൂപ, ഗാർബിൾഡ് 71,200 രൂപ, ചുക്ക് മീഡിയം 16,500 രൂപ, ബെസ്റ്റ് 18,000 രൂപ, മഞ്ഞൾ നാടൻ 11,500 രൂപ, അടയ്ക്ക പുതിയത് 18,000-നും 19,000-നും മധ്യേ, ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 160-നും 180-നും മധ്യേ, ജാതിക്ക തൊണ്ടില്ലാത്തത് കിലോഗ്രാമിന് 350-നും 370-നും മധ്യേ, ജാതിപത്രി കിലോഗ്രാമിന് 500-നും 1,000-നും മധ്യേ, ഗ്രാമ്പു കിലോഗ്രാമിന് 760 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 12,800 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 13,000 രൂപ, ഒട്ടുപാൽ 8,600 രൂപ, ലാറ്റക്സ് 9,800 രൂപ. ഇനി കമ്പോള അവലോകനം. ആഭ്യന്തര വിപണികളിൽ നിന്ന് കുരുമുളകിന് അന്വേഷണങ്ങൾ എത്തിയത് ഉൽപ്പന്ന വില ഉയർത്തി. ഹൈറേഞ്ച് മുളകിന്റെ ലഭ്യത കുറഞ്ഞതാണ് വില ഉയർത്താൻ അന്തർ സംസ്ഥാന ഇടപാടുകാരെ പ്രേരിപ്പിച്ചത്. 200 രൂപയുടെ നേട്ടവുമായി ഗാർബിൾഡ് കുരുമുളക് 71,200 രൂപയിലെത്തി. കൊച്ചിയിൽ നടന്ന ഏലക്ക ലേലത്തിൽ 67,892 കിലോയുടെ കൈമാറ്റം നടന്നു. ഉത്തരേന്ത്യൻ ഡിമാൻഡിൽ വലിപ്പം കൂടിയ ഇനങ്ങൾ 1,075 രൂപയിൽ ലേലം കൊണ്ടു. ശരാശരി ഇനങ്ങൾക്ക് 749 രൂപ ഉറപ്പുവരുത്താനായി. നാളികേര ഉൽപ്പന്നങ്ങളുടെ നിരക്ക് ഉയർന്നു. തമിഴ്നാട് കൊപ്ര സംഭരണം തുടങ്ങിയതോടെ സംസ്ഥാനത്തെ മില്ലുകാർ ലഭ്യത ഉറപ്പുവരുത്താൻ വില ഉയർത്തി. കൊച്ചി, കോഴിക്കോട്, തൃശൂർ വിപണികളിൽ വെളിച്ചെണ്ണ, കൊപ്ര വിലകൾ കയറി. ടയർ വ്യവസായികളുടെ പിന്തുണ കുറഞ്ഞതുമൂലം 4ാം ഗ്രേഡ് റബ്ബറിന് തളർച്ച നേരിട്ടു. ഡിമാൻഡ് മങ്ങിയതുമൂലം മികച്ച ഇനം ഷീറ്റിന് 200 രൂപ കുറഞ്ഞു. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 28.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.3 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 32.2, 25.3. കൊച്ചി 31.6, 23. ആലപ്പുഴ 32.8, 25. പുനലൂർ 33.4, 22.6. തിരുവനന്തപുരം 31.6, കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.